ഓക്കെ ബറക്കല്ലാ. ഓക്കെ. നമ്മള് ഓക്കെ, പഠിച്ച നമ്മള് ഭാഗങ്ങള് പഠിച്ച ഭാഗങ്ങള് പിന്നെ പിന്നെ ആണ് ആണ് മഖാരിജുൽ മഖാരിജുൽ ഹുറൂഫാണ്. ഹുറൂഫാണ്. ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ എങ്ങനെ ഓർത്ത് വെക്കുന്നത് ഓർത്ത് എന്താന്ന് വെക്കുന്ന പറഞ്ഞു എന്താന്ന് കഴിഞ്ഞാല് പറഞ്ഞു കഴിഞ്ഞാല് മെയിനായിട്ട് 5 മെയിനായിട്ട് 5 പാർട്ട് ഉണ്ട് പാർട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്നുള്ളത് നമ്മൾ ഓർത്ത് ഓർത്ത് വെക്കണം. വെക്കണം. കാരണം പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിക്കാനുണ്ട്. ചോദിക്കാനുണ്ട്. അപ്പൊ അപ്പൊ അതുകൊണ്ട് എപ്പോഴും എപ്പോഴും നമ്മളത് നമ്മളിങ്ങനെ റിമൈൻഡ് ചെയ്ത് ചെയ്ത് പോയി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് നമുക്ക് ആ ആ ഒരു ഒരു വിഷയം വിഷയം ഉണ്ടാവില്ല. ഉണ്ടാവില്ല. അപ്പൊ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ പിന്നെ എന്താ എന്താ പറയാ പറയാ, ഓരോ ഓരോ ദിവസവും ദിവസവും നമ്മൾ നമ്മൾ എടുത്ത എടുത്ത ഭാഗങ്ങൾ ഭാഗങ്ങൾ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ടച്ച് ഒന്ന് ചെയ്ത് ടച്ച് പോകും. ചെയ്ത് പോകും. അപ്പൊ അപ്പൊ നമ്മള് നമുക്കറിയാം നമുക്കറിയാം അക്ഷരങ്ങൾ അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്നത്, ഉത്ഭവിക്കുന്നത്, അതായത് അതായത് 28 28 ശബ്ദമുള്ള അക്ഷരങ്ങൾ അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്നത് ഉത്ഭവിക്കുന്നത് ഈ ഒരു ഈ ഒരു 5 5 പോർഷനാണ്, പോർഷൻ 5 ആണ്, 5 ഭാഗത്തു നിന്നാണ്. ഭാഗത്തു നിന്നാണ്. ഇത് അത് ഒന്ന് ഒന്ന് ഹൈഷും. ഹൈഷും. ഹൈഷും എന്ന് ഹൈഷും എന്ന് പറയുന്നത് പറയുന്നത് പിന്നെ എന്താണ്, പിന്നെ എന്താണ്, ഗുന്നക്ക് വേണ്ടിയിട്ട് ഊന്നക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഉപയോഗിക്കുന്നതാണ്. മണിക്കാൻ മണിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് മണിക്കാൻ മണിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഭാഗമാണ് ഭാഗമാണ് പിന്നെ പിന്നെ ഹൈഷും, ഹൈഷും, മൂക്ക്, മൂക്കിന്റെ മൂക്കിന്റെ ഭാഗം. ഭാഗം. പിന്നെ പിന്നെ ജൗഫ് എന്ന് ജൗഫ് എന്ന് പറഞ്ഞത് പറയുന്നത് മദ്ദക്ഷരങ്ങൾ, മദ്ദക്ഷരങ്ങൾ, ആ ആ എന്നുള്ള ആ ഒരു ഒരു മദ്ദക്ഷരങ്ങൾക്ക് മദ്ദക്ഷരങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താൻ ഉള്ളതാണ് ഉള്ളതാണ് ഇത് എന്ത് ജൗഫ്. ജൗഫ് എന്ന് പറയുന്നത്. പിന്നെ പിന്നെ ഹൽക്ക്, ഹൽക്ക്, തൊണ്ട. തൊണ്ടയുടെ തൊണ്ടയുടെ ഭാഗങ്ങൾ നമ്മൾ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. പഠിച്ചു. തൊണ്ടയിൽ തൊണ്ടയിൽ നിന്ന് നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. ഉത്ഭവിക്കുന്നുണ്ട്. അതേപോലെ അതേപോലെ ലിസാൻ, ലിസാൻ, നാവിൽ നിന്ന് നാവിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. ഉത്ഭവിക്കുന്നുണ്ട്. ഷഫത്താൻ, ഷഫത്താൻ, ചുണ്ടുകളിൽ ചുണ്ടുകളിൽ നിന്ന് നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. ഉത്ഭവിക്കുന്നുണ്ട്. അപ്പൊ അപ്പൊ ഇത്രയും ഇത്രയും മേജർ മേജർ പാർട്ട് പാർട്ട് ഇതാണ്, ഇതാണ്, 5 എണ്ണമാണ്. അഞ്ചെണ്ണാണ്. അപ്പൊ അത് അപ്പൊ അത് നമ്മൾ നമ്മൾ ഓർത്ത് ഓർത്തു വെക്കുക. വെക്കും. ഓക്കെ. ഓക്കെ, ഇടക്കിടക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നമ്മൾ പറയുന്ന പറയുന്ന അതാണ്. അതാണ്. പിന്നെ പിന്നെ ഹൽക്ക്, ഹൽക്ക്, തൊണ്ടയുടെ തൊണ്ടയുടെ പിന്നെ മഹ്റജാണ് മഹ്റജാണ് നമ്മൾ നമ്മൾ ആദ്യമായിട്ട് ആദ്യമായിട്ട് പഠിച്ചത്. പഠിച്ചത്. തൊണ്ട. തൊണ്ടയിൽ നിന്നും, തൊണ്ടയുടെ തൊണ്ടയുടെ 3 3 ഭാഗത്തിൽ ഭാഗത്തിൽ നിന്നാണ് നിന്നാണ് അക്ഷരങ്ങൾ അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. പുറപ്പെടുന്നത്. തൊണ്ടയുടെ തൊണ്ടയുടെ ആ ആ 3 3 ഭാഗത്തിൽ ഭാഗത്തിൽ നിന്ന് നിന്ന് 6 6 ഹർഫുകൾ. ഹർഫുകൾ. അങ്ങനെ അങ്ങനെ തന്നെ തന്നെ തൊണ്ടയുടെ തൊണ്ടയുടെ 3 3 ഭാഗത്തിൽ ഭാഗത്തിൽ നിന്ന് നിന്ന് 6 6 ഹർഫുകൾ. ഹർഫുകൾ. അങ്ങനെ അങ്ങനെ തന്നെ തന്നെ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി. അത് ഓരോ ഓരോ പിന്നെ പിന്നെ ഭാഗത്തുനിന്നും ഭാഗത്തുനിന്നും ഏതൊക്കെയാണ്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് കൃത്യമായിട്ട് നമ്മൾ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കി വെക്കണം. വെക്കണം. നമുക്കറിയാം നമുക്കറിയാം അഫ്സൽ അഫ്സൽ ഹൽക്ക്. ഹൽക്ക്, അഫ്സ അഫ്സ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തൊണ്ടക്കുഴി, തൊണ്ടക്കുഴി, അങ്ങേയറ്റം, അങ്ങേയറ്റം, ബോട്ടം ബോട്ടം ഓഫ് ദ ഓഫ് ദ ത്രോട്ട്, ത്രോട്ട്, തൊണ്ടയുടെ തൊണ്ടയുടെ ഏറ്റവും ഏറ്റവും അടിയിൽ അടിയിൽ നിന്ന് നിന്ന് പുറപ്പെടുന്നതാണ് പുറപ്പെടുന്നതാണ് അ, അ, ഹ, ഹ, അ, അ, ഹ, ഹ, അ, അ, ഹ. ഹ. അതായത് അതായത് ഹംസയും ഹംസയും ഹാവും, ഹാവും, ഹംസയും ഹംസയും ഹാവും, ഹാവും, 2 2 ഹർഫുകൾ. ഹർഫുകൾ. അപ്പൊ അത് അപ്പൊ അത് ഈ ഈ പിന്നെ പിന്നെ ഇതിന്റെയൊക്കെ ഇതിന്റെയൊക്കെ വിഷയം വിഷയം എന്താന്ന് എന്താന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മള് നമ്മള് പാരായണം പാരായണം ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് സമയത്ത് ഈ ഈ ഹംസയായാലും ഹംസയായാലും ഹ ഹ ആയാലും ആയാലും ഹ ഹ ആയാലും ആയാലും ഐനും അയിനും ചില ചില സമയത്തൊക്കെ സമയത്തൊക്കെ ആ ആ ആയിട്ടാണ് ആയിട്ടാണ് വരാറുള്ളത്. വരാറുള്ളത്. അപ്പൊ അപ്പൊ അത് അത് നമ്മള് നമ്മള് അക്ഷരങ്ങള് അക്ഷരങ്ങള് ശരിക്കും ശരിക്കും വ്യക്തമായിട്ട് വ്യക്തമായിട്ട് അത് മനസ്സിലാകുന്ന മനസ്സിലാകുന്ന രീതിയിൽ രീതിയിൽ തന്നെ തന്നെ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ ശ്രമിക്കുക. അത് അപ്പൊ അത് നമ്മള് നമ്മള് പിന്നെ പിന്നെ എടുക്കുന്ന അന്ന് എടുക്കുന്ന തന്നെ അന്ന് തന്നെ അതിന്റെ അതിന്റെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അങ്ങ് ശരിയാക്കുക. ശരിയാക്കാം. എന്തെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ട്, സംശയം ഉണ്ട് എപ്പോഴും എപ്പോഴും പറയുന്നതാണ്. പറയുന്നതാണ്. മെന്റേഴ്സ് മെന്റേഴ്സ് റെഡിയാണ്, റെഡിയാണ്, ഞാനും ഞാനും റെഡിയാണ്. റെഡിയാണ്. നമുക്ക് എന്ത് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എപ്പോഴും എപ്പോഴും വാട്സപ്പിൽ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. അത് ബന്ധപ്പെടാവുന്നതാണ്. അത് നമ്മൾ നമ്മൾ മറന്നു മറന്നു പോകരുത്. പോകരുത്. അപ്പൊ അത് നമ്മള് നമ്മള് ഇപ്പൊ ഇപ്പൊ തന്നെ അത് തന്നെ അത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോയി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നീട് പിന്നീട് നമുക്ക് നമുക്ക് വിഷമം വിഷമം ഉണ്ടാവില്ല. ഉണ്ടാവില്ല. അപ്പൊ ഇനി പിന്നെ അടുത്ത അടുത്ത സെഷനിലേക്ക് സെഷനിലേക്ക് പോവാം, പോവാ, നാവിന്റെ ഭാഗത്തേക്ക് പോവാണ്. നാവിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ പോകുമ്പോൾ 18 18 ഹർഫുകളാണ് ഹർഫുകളാണ് വരുന്നത്. വരുന്നത്. അപ്പൊ അപ്പൊ ഒക്കെപ്പാടെ ഒക്കെപ്പാടെ ഇത് നമ്മൾ ക്ലിയർ ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ ആക്കിയിട്ടില്ലെങ്കിൽ എന്താവും, എന്താവും, മറ്റേത് മറ്റേത് അതിനെക്കാട്ടി അതിനെക്കാട്ടി ബുദ്ധിമുട്ടാവും. അപ്പൊ ബുദ്ധിമുട്ടാവും. ആ അപ്പൊ ഒരു ആ ഒരു ഇത് ഇത് നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ഓർത്തുകൊണ്ട് ഓർത്തുകൊണ്ട് എന്ത് എന്ത് ചെയ്യാം, ചെയ്യാം, അന്നന്നത്തെ അന്നന്നത്തെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അക്ഷരങ്ങളുടെ അക്ഷരങ്ങളുടെ മഹ്റജ് അത് മഹ്റജ് നമ്മൾ അത് നമ്മൾ ക്ലിയർ ക്ലിയർ ചെയ്തിട്ട് പോകും. ചെയ്തിട്ട് പോകും. അപ്പൊ അപ്പൊ നമുക്കറിയാം നമുക്കറിയാം അ, അ, ഹ, ഹ, അ, അ, ഹ. ഹ. തൊണ്ടയുടെ തൊണ്ടയുടെ തൊണ്ടക്കുഴി തൊണ്ടക്കുഴി, ഏറ്റവും ഏറ്റവും അടിയിൽ അടിയിൽ നിന്ന്. നിന്ന്. പിന്നെ പിന്നെ വരുന്ന വരുന്ന വസത്താണ്. വസത്താണ്. വസത്ത് വസത്ത് എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ മധ്യഭാഗം, മധ്യഭാഗം, തൊണ്ടയുടെ തൊണ്ടയുടെ മധ്യഭാഗം, മധ്യഭാഗം, നടുവിൽ നടുവിൽ നിന്ന് നിന്ന് വരുന്നതാണ്. വരുന്നതാണ്. പിന്നെ പിന്നെ നിങ്ങള് നിങ്ങള് ജസ്റ്റ് ജസ്റ്റ് ഇവിടെ ഇവിടെ കൈവച്ച് കൈവച്ച് നോക്കിയാൽ നോക്കിയാൽ തന്നെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും. കിട്ടും. ഇവിടെ ഇവിടെ ആണെങ്കിൽ ആണെങ്കിൽ അ, 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 ഹ, 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 ഹ. ഹ. പിന്നെ 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 ആ, ആ, ഐ, ഐ, ഔ, ഔ, ഹ, ഹ, ഹൈ, ഹൈ, ഹൗ. ഹൗ. പിന്നെ പിന്നെ വരുന്നത് വരുന്നത് ഏറ്റവും ഏറ്റവും ടോപ്പ്, ടോപ്പ്, അതിനാൽ അതിനാൽ ഹൽക്ക്. ഹൽക്ക്. ഇവിടുന്ന് ഇവിടുന്ന് വരുന്നതാണ് വരുന്നതാണ് ഹ, 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 ഹി, ഹി, ഹു. ഹു. ഈ ഈ ലെറ്റർ, ലെറ്റർ, ഈ ഈ 2 ലെറ്ററും ലെറ്ററും അതേപോലെ അതേപോലെ റ, 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 റി, റി, ഓ. ഓ. ഈ ഈ 2 ലെറ്ററിന്റെ പ്രത്യേകത പ്രത്യേകത എന്താന്ന് എന്താന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഹെവി ഹെവി ടോണാണ്. ടോണാണ് ഇതിന്. ആ ആ ആ ആ 2 2 ഹർഫുകളും ഹർഫുകളും ഉച്ചരിക്കുന്ന ഉച്ചരിക്കുന്ന സമയത്ത് സമയത്ത് സ്വരഭാരത്തോടു സ്വരഭാരത്തോടു കൂടി കൂടി ഉച്ചരിക്കണം. ഉച്ചരിക്കണം. ഏ? അതിന്റെ അതിന്റെ പേരുകളൊക്കെ നമ്മൾ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വരഭാരത്തോടു സ്വരഭാരത്തോടു കൂടിയായിരിക്കണം കൂടിയായിരിക്കണം ആ ആ 2 2 ഹർഫുകൾ ഹർഫുകൾ വരുന്നത്. വരുന്നത്. അപ്പോൾ അപ്പോൾ ഇത് ഇത് നിങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. പഠിക്കുക. 1, 1, 2. 2. അപ്പൊ അപ്പൊ അതായത് അതായത് അ, അ, ഹ, ആ, ഹ, ഹ, ആ, ആ, ഹ, ഹ, റ. റ. അ, അ, ഹ, ആ, ഹ, ഹ, ആ, ആ, ഔ, ഔ, ഹ, ഹ, റ. റ. ഈ ഈ ഒരു ഒരു രീതിയിൽ രീതിയിൽ എന്ത് എന്ത് ചെയ്യാം, ചെയ്യാം, നമ്മൾ നമ്മൾ പ്രൊനൗൺസ് പ്രൊനൗൺസ് ചെയ്തിട്ട് ചെയ്തിട്ട് ക്ലിയർ ആക്കി ക്ലിയർ എടുക്കാൻ ആക്കി എടുക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക പരമാവധി. പരമാവധി.
നിങ്ങൾ ബെറ്റർ എന്താന്ന് പറഞ്ഞാൽ നിങ്ങളെ മെന്റേഴ്സിനെ ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ആ ശബ്ദം കേൾപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ ശബ്ദം കേൾപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ബെറ്റർ നിങ്ങൾ മെന്റേഴ്സ് ആകുമ്പോൾ ഇപ്പൊ പെണ്ണുങ്ങളെ മെന്റേഴ്സ് ആകുമ്പോൾ ക്യാമറ ഓൺ ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കല്ലോ ഇതിങ്ങനെ ശരിയാണോ, ഈ ഒരു ഇത് ശബ്ദവും അതേപോലെ അതിന്റെ ഉത്ഭവിക്കുന്ന സ്ഥലമൊക്കെ ശരിയാണോ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റും. ആണുങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അവരായിട്ട് ബന്ധപ്പെടാം, എന്നായിട്ട് ബന്ധപ്പെടാം. അപ്പൊ അങ്ങനെ അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് പോകാൻ ശ്രമിക്കും. ഓക്കെ, ഇതൊന്നും കൂടി നമ്മൾ തൊണ്ടയുടെ അങ്ങേയറ്റം എന്നുള്ള തൊണ്ട അങ്ങേയറ്റം കൂടി മലയാളത്തിൽ എഴുതിയതാണ് ഹംസയും ഹാവും. ആ ഹ ആ ഹ. പിന്നെ തൊണ്ടയുടെ മധ്യഭാഗം അല്ലെങ്കിൽ പിന്നെ രണ്ടും വായ നിറയ്ക്കണം ആ സമയത്ത്. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ലിസാനിലേക്കാണ് പോകേണ്ടത്. ഒന്ന് ലിസാനിലേക്ക് പോകുന്നില്ല. ലിസാന് നമുക്ക് പഠിക്കാനുണ്ട്. ലിസാനിലേക്ക് ഒന്ന് പോകുന്നില്ല. കാരണം ഒന്നും കൂടി നിങ്ങൾ മറ്റേത് റെഡിയാക്കാനുണ്ട്. അത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പോകാം. ഓക്കെ, അപ്പോ നമ്മള് പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച ഭാഗം തന്നെ ഹർഫുകൾ. ഈ ഹർഫുകളുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. എന്ന് അങ്ങനെ പറയുന്നതിൽ മാറിയിട്ടുണ്ട്. മാറിയിട്ട് അലിഫിന് അലിഫ്, ഹംസക്ക് ഹംസ ഹംസ, പിന്നെ ബ ത ത ജീം ഹ ഹ. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ. അതേപോലെ ദ ذ റ സ സീൻ ഷീൻ صاد സീൻ ഷീൻ صاد സീൻ ഷീൻ صاد സ സീന് ഷീന്. പിന്നെ പറയുമ്പോ സ്വാദ് സ്വാദ് ലേശം ഗൗരവത്തിലാണ്. പിന്നെ വരുന്നത് ضاد ط ظ ഐൻ ഐൻ പിന്നെ ظ. ഐനും ഗൈനും പല ആൾക്കാരും ഒരേപോലെ ആയി പോകാറ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഐനും ഗൈനും. അപ്പൊ ഒന്നൊരു സ്ലിപ്പറി ആയിട്ടുള്ള ഐൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ബ്രേക്കർ ഓഫ് ആയിക്കണല്ലോ പഠിച്ചോനെ, മൊത്തം കട്ടാവോ? ഒറ്റ മിനിറ്റ്. അപ്പൊ ഈ ഹർഫുകള് നമ്മൾ ഒന്നുകൂടി ഹെവി ആയിട്ടുള്ള ഇപ്പം ഹെവി ആയിട്ടുള്ള ഇപ്പം പിന്നെ ലമ മീമ് നൂൻ ഹവായ. ഓക്കെ, അപ്പൊ ഇത് പേര് നമ്മൾ പറഞ്ഞ് പഠിക്കണം. കാരണം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫത്ഹ ഹജ്ജ് ചെയ്ത സമയത്ത് ഹർഫുകളെ പേര് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടായി. അപ്പൊ അതുകൊണ്ട് അതിന് പേര് അത് മാത്രല്ല, അറബി ഭാഷ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഭാഷയാണ്, സ്വർഗത്തിലെ ഭാഷയാണ്. അപ്പൊ അത് നമ്മള് ഹർഫുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ അങ്ങനെ നമുക്ക് അത് പഠിച്ച് റെഡിയാക്കാം. ഓക്കെ, പിന്നെ നമ്മള് പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് എത്ര ഫേസുകൾ ഉണ്ടായിരുന്നു, അതായത് ഹാലുകൾ ഉണ്ടായിരുന്നു. 20 ഹാലുകൾ, 20 ഫേസ്. ഫേസ് എന്ന് പറയുമ്പോൾ പേടിക്കാനൊന്നുമില്ല, 20 ഹാലുകളാണ്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ബ ബി ബു ബ ബി ബു, ബൻ ബിൻ അബ്, പിന്നെ ബബ്ബ ബിബി ബുബു ബബ്ബൻ ബിബിൻ ബുബുൻ. ഒരു പറയുന്നത് എന്താന്നാ ചോദിച്ചേ? അല്ല, ബ ബി ബു ബ ബി എന്നുള്ളതിന്റെ ആ ഭാഗം എങ്ങനെ യാ അല്ലേ? ബി എന്ന് പറയുമ്പോ യാ മദ് അല്ലേ? അലിഫ് മദ് യാ മദ് വാ മദാണ്. യാ അവസാനത്തിൽ വരുമ്പോ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, പുള്ളില്ലാത്ത യാ ആയിരിക്കും. പിന്നെ മദ്ദിന്റെതും കൂടിയാണ്. അതല്ല, ബി എന്നുള്ളതിനെ യാന്റെ പള്ള ഭാഗമാണ്. മോൾ ഭാഗം ഒഴിവാക്കി ജോയിൻ ചെയ്ത സമയത്ത് അതിന്റെ മറ്റേത് കട്ടായി പോയതാ.
നിങ്ങൾ യാ എടുത്തു നോക്കാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് പോയാൽ മനസ്സിലാവും. യാ നോക്കൂ, ഏറ്റവും അവസാനത്തെ യാ കണ്ടില്ല, അതിന്റെ ഒരു അവസാനം ഒരു ആ, പള്ള ആ, ഭാഗം താറാവ് താറാവ് ആ. മാറ്റ. അപ്പൊ കൂട്ടി എഴുതിയപ്പോ അതിന്റെ തല പോയി പോയതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യത്താണ് ബ അല്ലേ? ഓക്കെ, മനസ്സിലായി. അതെ, ബാ എന്നുള്ള ബാ ഫസ്റ്റത്താണ്. ഫസ്റ്റത്താണ്. പിന്നെ യാ മദ്ദാണ്. യാ എന്നുള്ളതാണ്. യാ ഒരു വ്യത്യസ്ത രീതിയിൽ എഴുതും. അപ്പൊ അത് അതിന്റെ പുള്ളിക്കുത്തില്ലാണ്ട് അവസാനത്തിൽ വരുമ്പോഴും നടുവിൽ വരുമ്പോ കുത്തുണ്ടാവുക. അത് അങ്ങനെ അത് നമുക്ക് അതിന്റെ സമയത്ത് പഠിക്കാം. അപ്പൊ ഇതാണ് നമുക്ക് ഇത് ഹാലുകളാട്ടോ. ഫത്ത കസ്ര ദമ്മ ഫത്ത മദ് കസ്ര യാ മദ് തൻവീൻ ബിൽ ഫത്ത തൻവീൻ ബിൽ കസ്ര തൻവീൻ ബിൽ ദമ്മ സുക്കൂൻ. പിന്നെ ഷദ്ദ ഫത്ത ഷദ്ദ കസ്ര ഷദ്ദ ദമ്മ ഷദ്ദ ഫത്ത അൽഫ് മദ് ഷദ്ദ കസ്ര യാ മദ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് പഠിക്കുന്ന സമയത്ത് അവിടെ ബാക്കിയുള്ള നിയമങ്ങളൊക്കെ കയറി വരും. അതോടുകൂടി നമ്മൾക്ക് കഴിഞ്ഞ് ഈ 20 ഹാല് പഠിക്കുന്നതോടുകൂടി ഏകദേശം തജ്വീദ് 99% നിയമങ്ങളും നമ്മൾ പഠിക്കപ്പെടുന്നുണ്ട്. പാരായണ ഇത് പിന്നെ നമ്മൾ അതിന്റെ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഓരോ വേറെ കുറെ വിഷയങ്ങൾ ഉണ്ടാവും. വേറെ കുറെ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളുടെ എന്താ പറയാ, അക്ഷരങ്ങളുടെ ഓക്കെ. ഒരു മിനിറ്റ്, ഞാൻ ഈ പിന്നെ നമ്മള് ഖൈറുൽനിസത്താത്തന്റെ ഇതൊന്ന് മ്യൂട്ട് ചെയ്യേണ്ടിയിരുന്നു. ഖൈറുൽനിസത്താ മ്യൂട്ട് ചെയ്യണേ. അപ്പോ പിന്നെ ഇതിന്റെ ഹർഫുകളുടെ ഡീപ്പായിട്ട് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അക്ഷരങ്ങളുടെ സിഫത്തുകളൊക്കെയാണ്. സിഫത്തുകൾ പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോവുക. ഇതിപ്പോ ഏകദേശം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാനുള്ള മുഴുവൻ ഈ ഒരു ഹാലുകൾ 20 ഹാല് പഠിക്കുന്നതോടുകൂടി കംപ്ലീറ്റ് ആവും. പിന്നെ അതിന്റെ ഡീപ്പായിട്ട് പോകാന്ന് പറഞ്ഞാൽ സിഫാത്തുകളിലെ അക്ഷരങ്ങൾക്ക് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ, ഇപ്പൊ നമ്മൾ ഹെവി ലെറ്റർ പിന്നെ ലൈറ്റ് ലെറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ അക്ഷരങ്ങൾക്ക് പല പല ഓരോ സന്ദർഭങ്ങളിൽ ഒരു അക്ഷരത്തിന് 7 വരെ സ്വഭാവങ്ങളുണ്ട്. വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. അതൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ള വിഷയം. അവിടേക്ക് പോകുമ്പോൾ ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വന്നു പോകും. ഇപ്പൊ ഇതിൽ നമുക്ക് ഏകദേശം പാരായണമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പഠിക്കാൻ കഴിയും. ഓക്കെ. അപ്പൊ അറബി അക്ഷരങ്ങൾക്ക് 20 ഹാലുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യത്തെ 3 ഹാലുകൾ ഒന്ന് നമ്മൾ പറഞ്ഞു, അതൊന്ന് നമുക്ക് നോക്കാം. 1, 2, 3 ഹാലുകൾ. ഒന്നാമത്തേത് ഫത്ഹ. ഫത്ഹ എന്ന് പറയുമ്പോ അത് ഹംസന്റെ മുകളിൽ ഒരു വരി കാണുന്നുണ്ടല്ലോ, അതാണ് കസ്ര. ഹംസന്റെ താഴെ ഒരു ചിഹ്നം കാണാം, അതാണ് കസ്ര. പിന്നെ വരുന്നത് ദൊമ്മയാണ്. ദൊമ്മ നമുക്കിപ്പോ എന്താ പറയാ, ദൊമ്മനെ കുറിച്ചിട്ട് പറയാ, ദൊമ്മ ഇപ്പൊ എന്താണ് ഒരു അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോ നിങ്ങൾക്ക് അറബി ഭാഷയില് പിന്നെ ഫത്ഹ കസ്ര ദൊമ്മ അതിന് ഹർക്കത്ത് എന്നാ പറയാ അല്ലെ. ഹർക്കത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ശരിക്കും ഹർക്കത്ത് കൊടുക്കുന്ന സമയത്താണ് അക്ഷരത്തിന് മൂവ്മെന്റ് വരുന്നത്. മൂവ്മെന്റ്സ് എന്ന് പറയാം. ഒരു നമ്മള് പിന്നെ ഈ ഹർക്കത്തിന് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ എന്താ പറയാ വോവൽ ശബ്ദം അല്ലെ, ശബ്ദം വരിക എന്നുള്ളതാണ് നമുക്കതിനെ അങ്ങനെ പറയാം. ശരിക്കും അക്ഷരത്തിന് മൂവ്മെന്റ് പിന്നെ ബ എന്ന് പറയുന്നത് ബ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടി പിന്നെ ഇംഗ്ലീഷില് ബി എന്ന് എഴുതുന്നതാണ് ബ. അപ്പോ അതിന് അനക്കം വരുമ്പോ എപ്പോഴാണ് ഫത്ഹ കൊടുക്കുകയോ കസ്ര കൊടുക്കുകയോ ദൊമ്മ കൊടുക്കുകയോ ചെയ്യുന്ന സമയത്താണ് അതിന് എന്ത് വരുന്നത്, മൂവ്മെന്റ്, ചലനം വരുന്നത്. ബ. ശരിക്കും ഫത്ഹ കൊടുക്കുമ്പോ അ എന്നുള്ളൊരു ശബ്ദം വരും. ഫത്ഹ മുകളില് ഒരു വര കൊടുക്കുമ്പോ ആ എന്നുള്ള ശബ്ദം വരും. താഴെയാണെങ്കിൽ എന്ത് വരും, ഇ എന്ന ശബ്ദം വരും. ദൊമ്മ ഇത് ഇങ്ങനെ ഒരു കൊളത്തിട്ട ഇത് വരികയാണെങ്കിൽ അത് ഉ എന്നും വരും. അപ്പൊ അത് കൊടുക്കുന്ന സമയത്താണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പിന്നെ ഹർഫുലിന് ചലനം ഉണ്ടാവുന്നത്. ശരിക്കും ഇത് അറബിക് അക്ഷരത്തില് ഈ പിന്നെ ഹർക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ ഇതാണ്. ഹർക്കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ആശയവും അർത്ഥമൊക്കെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്.
അപ്പൊ ഹർക്കത്ത് വെരി ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ഖുർആനില്. കാരണം ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കലാമാണ്. അവിടെ നമ്മൾ ഫത്ഹ കൊടുത്തോട്ട് കെസ്ര കൊടുത്തു കഴിഞ്ഞാലും പിന്നെ അതേപോലെ ഹർഫ് ഹ എന്നുള്ളിടത്ത് ആ എന്ന് പറഞ്ഞാലും ആകെ മാറിപ്പോവുക ചെയ്യാം. അപ്പൊ അതുകൊണ്ട് പിന്നെ ഹർക്കത്ത് കൊടുക്കുന്നതായാലും അക്ഷരങ്ങൾ ആയാലും അത് നമ്മൾ പാരായണം ചെയ്യുന്നത് മൊഴിയുന്നതായാലും അവിടെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ, അള്ളാഹു ഉദ്ദേശിച്ചതിൽ നിന്ന് വലിയൊരു മാറ്റം വന്നു പോകും. അള്ളാഹുവിന്റെ കലാമ് അത് കൃത്യമായിട്ട് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ കൃത്യമായ പാരായണ ശൈലിയും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മള് ഉദ്ഘാടന ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്, ഒരു കാരീനെയും ഖുർആാനും കൊണ്ടിട്ടാണ് ഓരോ രാജ്യങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ പഠനത്തിനായിട്ട് അയച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ ഇമ്പോർട്ടന്റ് ആണ് കാരിക എന്നുള്ളത്. ഒരു ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്ന ആള് ഇമ്പോർട്ടന്റ് ആണ് ഖുർആൻ പഠിക്കുന്ന സമയത്ത്. അപ്പോ അതൊരു ഇതാണ്. കാരണം അത് മാത്രമല്ല, ശരിക്കത് ഫേസ് ടു ഫേസ് ആയിട്ട് തന്നെ ഖുർആൻ പാരായണം പഠിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് എത്താൻ കഴിയാം, കൃത്യമായിട്ട് രീതിയിൽ. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഇപ്പൊ നിങ്ങളത് ചെറിയൊരു ശബ്ദമൊക്കെ കേട്ടിട്ടാണ് അത് അങ്ങനെയല്ല എങ്ങനെയാന്നൊക്കെ പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ ഖുർആൻ പാരായണം ചെയ്ത് പഠിക്കുന്ന സമയത്ത് തൊട്ട മുമ്പിൽ ഉസ്താദ് ഉണ്ടാവണം. ഉസ്താദിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഓതി കൊടുക്കണം. അപ്പോഴാണ് അത് മാറ്റങ്ങള് നമ്മളെ ലിപ് മൂവ്മെന്റ്സും തൊണ്ടയും ഒക്കെ നോക്കിയാൽ മനസ്സിലാവും അവിടെ ഹർഫിന് ശബ്ദമൊക്കെ വരുമ്പോൾ. അപ്പൊ അവിടെ നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പൊ അത് നമ്മൾ ഓർത്ത് വെക്കാം. ഈ ഒരു ഇതിന് നമ്മള് പിന്നെ ഇത് ഫത്ഹ കസ്ര ദമ്മ എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് എന്ന് പറയാം, വോവൽസ്. അതായത് എന്താ പറയാ, മലയാളത്തില് സ്വരാക്ഷരങ്ങൾ അല്ലെ, സ്വരാക്ഷരങ്ങൾ. അറബി ഇംഗ്ലീഷ് പോലെയോ മലയാളം പോലെയോ അല്ല അറബി എന്ന് പറയുന്നത്. അറബിയത്തോടു കൂടി തന്നെ ആയിരിക്കണം മൊഴിയേണ്ടത്, ഉച്ചരിക്കേണ്ടത്, പാരായണം ചെയ്യേണ്ടത്. അപ്പോ ഹർഫിനെ കൃത്യമായിട്ട് കുറയ്ക്കാനൊക്കെ കൊടുക്കുന്ന ചിഹ്നങ്ങളെന്ന് പറയാൻ പറ്റൂലേ? അങ്ങനെ പറയാം. ശരിക്കും അതൊരു അതിന് പറയുന്നത് ഹർക്കത്ത് എന്നാണ്, ആ ഫത്ഹ കസ്ര ദമ്മ. അതേപോലെ അതിന്റെ ഒരു ചലനം. സോറി, നമുക്കൊന്ന് മനസ്സിലാവാൻ ചിഹ്നങ്ങൾ എന്ന് പറയാൻ പറ്റൂല. അതായത് ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങൾ തന്നെയാണ്. ചിഹ്നം അത് മലയാളത്തിലെ ചിഹ്നങ്ങൾ തന്നെയാണ് പറയാം ഹർക്കത്ത് എന്ന് പറയുന്നത്. ശരിക്കും സ്വരചിഹ്നങ്ങൾ എന്ന് പറയല്ലേ? സ്വരചിഹ്നങ്ങൾ എന്ന് പറയല്ലേ? സ്വരചിഹ്നങ്ങൾ എന്ന് പറയല്ലേ? അതെ, സ്വരാക്ഷരങ്ങൾ എന്ന് പറയാം. ഓക്കെ. എന്തായാലും അത് നിങ്ങൾ എങ്ങനെയാണ് എന്ന് ഫത്ഹ കൊടുക്കുമ്പോഴാണ് ശരിക്കും ആ അക്ഷരത്തിന്റെ ശബ്ദം വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കും. അപ്പോ പിന്നെ ഒന്നാമത്തെ ഹാല് ഫത്ഹത്ത് അൽ ഫത്ഹത്ത് എന്നും പറയാം, കസ്രത്ത് അൽ കസ്രത്ത് എന്ന് പറയാം, ദൊമ്മത്ത് അൽ ദൊമ്മത്ത് അൽ എന്ന് കൂട്ടി പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ തഹജീൽ വരുന്ന ഫത്ഹ കസ്ര ദൊമ്മ ആ താഹ് ഹ ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു ക്ലിയർ എഴുത്ത് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓരോ അക്ഷരത്തിനും ഫത്തയും കസ്രയും ദൊമ്മയും കൊടുത്തു നോക്കാം. ഇപ്പൊ ഹംസക്ക് ഫത്ഹ കൊടുക്കുമ്പോ അ, ഹംസക്ക് കസ്ര കൊടുക്കുന്നത് ഇ, ഹംസക്ക് ദൊമ്മ കൊടുക്കുമ്പോ ഉ, അ ഇ ഉ, അ ഇ ഉ, അ ഇ ഉ. ക്ലിയർ ആയിരിക്കണം. പിന്നെ വരുന്നത് ബ, ബ ബി ബു, ബ ബി ബു, ബ ബ ബ ബ ചുണ്ടാണ് അല്ലേ, ബ ബി ബു. പിന്നെ വരുന്നത് ത ത തി തു, ത തി തു, ത ത ത. ഇപ്പോ അമറ എന്ന് പറയുന്നിടത്ത് കൊണ്ടില്ലേ, നമുക്കത് തെഹജീവായിട്ട് പറയണമെങ്കിൽ അലിഫ് ഹംസ ഫത്ഹ അ, മീം ഫത്ഹ മ, അ മ, റ ഫത്ഹ മുഫഖമ റ, അമറ 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 റ റ അമറ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഈ മൂന്നെണ്ണം ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കൂ. മൂന്നെണ്ണം ആരെങ്കിലും ഒന്ന്
ഫത്ഹ നൽകി, ഫത്ഹ അല്ല, ഈ ഫത്തയും കസരി നോമി നൽകിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കി. ഹംസ ഫത്ഹ ആ. ഒരാൾ. ഹംസ ഫത്ഹ അ, ഹംസ കെസറ ഇ, ഹംസ ضم ഉ, ഹംസ അല്ല, അലിഫ്, ഹംസ ഫത്ഹ അ. അത് കഴിഞ്ഞിട്ട് അ ഇ ഉ അതുകൂടി പറയണം. അ ഇ ഉ കൂടി മനസ്സിലാവും. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഹംസ ഫത്ഹ അ, ഹംസ കെസറ ഇ, ഹംസ ضم ഉ, അ ഇ ഉ, അ ഇ ഉ അല്ല, അലിഫ് അ ഇ ഉ. നീട്ടൊന്നും വേണ്ട. ഇ അ ഇ ഉ. അ ഇ ഉ. അലിഫ് ഹംസ ഫത്ഹ അ, മീം ഫത്ഹ മ, അമ, റാ ഫത്ഹ മുഖഫമ. എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞു. മുഫഖമ, മുഖഫമ, മുഖ അല്ല, മുഫ. ആദ്യം ഫ ആണ് വരുന്നത്. മുഫഖമ, മുഫഖമ അല്ലേ? മുഫഖമ. അമറ, അമറ. അടുത്ത വാക്ക് മൂന്നെണ്ണം പറയും. ബ ഫത്ഹ ബ, ബ കെസറ ബി, ബ ضم ബു, ബ ബി ബു. അല്ല, ബ ബി ബു എന്ന് പറയുമ്പോ വേറെ ഹാലാണ് വരുന്നത്. ഇതിൽ ഇവിടെ ബ ഇല്ല. ബ ബി ബു, അ ഇ ഉ, ബ ബി ബു. മതില്ല. ബ ബി ബു. അതാണ് പ്രശ്നം വരുന്നത്. നമ്മൾ അത് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ എന്തായി പോവും? പറയുമ്പോ ഒക്കെ തെറ്റും, പാരായണത്തിൽ തെറ്റു വരും. ഇവിടെ ഫത്ഹ മാത്രമേ ഉള്ളൂ, അലിഫില്ല. അപ്പൊ ബ ബി ബു, അ ഇ ഉ. ബ ബി ബു. ത ഫത്ഹ ത, ത കെസറ തി, ത ضم തു, തത്തിത്തു. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു വേറൊരാളൊന്ന് പറയൂ. ഹംസ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹംസ കസ്ര അ, അല്ല ഹംസ ഫത്ഹ അ, ഹംസ കസ്ര അത് ഹംസ ഫത്ഹ അ, ഹംസ കസ്ര ഇ, ഹംസ ലമ്മ ഉ, അലിഫ് ഹംസ കസ്ര അ. അതൊന്ന് പറയൂ. അ ഇ ഉ, അ ഇ ഉ. അ ഇ ഉ, അ ഇ ഉ, അ ഇ ഉ. ഓക്കെ, വെരി ഗുഡ്. അലിഫ് ഹംസ ഫത്ഹ അ, മീം ഫത്ഹ മ, അമ, റാ ഫത്ഹ മുഫഖമ, റ അമറ. ഓക്കെ. ബ ഫത്ഹ ബ, ബ കസ്ര ബി, ബ കസ്ര ബ ലമ്മ ബു, ബ ബി ബു. ഓക്കെ. ത ഫത്ഹ ത, ത കസ്ര തി, ത ലമ്മ തു, ത തി തു. വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്. ഇതൊന്ന് പറയൂ. ഒരു ലെറ്റർ വന്നില്ലേ വാക്ക്? ജീം ഫത്ഹ. അല്ല, ജീം അല്ല. അവിടെ ഒന്നാമത് ബ ആണ്. അത് എഴുത്തുമ്പോ അങ്ങനെയാണ് ശരി. ഒന്ന് ബ ആണ് വരുന്നത്, പിന്നെ ഹ ആണ്, പിന്നെ ഹ. ഓക്കെ ഓക്കെ. ബ ഫത്ഹ ബ, ഹ കസ്ര മുഫഖമ. കെസ്റ പറയുമ്പോ മുഫഖമ പറയണ്ട, ഫത്ഹയിൽ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. ബ ഫത്ഹ ബ, ഹ കസ്ര ഹി, ലാം ഫത്ഹ ലാം, ബഖി, ലാം ഫത്ഹ ലാം, ബഖിറ, ബഖില. ഓക്കെ ഓക്കെ. അങ്ങനെ ചേർത്ത് പറഞ്ഞാൽ ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതിങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. അപ്പം സമയം അധികരിച്ചത് കാരണം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. അക്ഷരങ്ങൾ കുറച്ചും കൂടി നമുക്ക് പറയാനുണ്ടായിരുന്നു. കാഫ് കി, കാഫ് കി, ഓരോ ഇതും കൂടി മിമ്, നൂന്, ഹാവായ. പിന്നെ എഴുതുന്ന സമയത്ത് ഈ രണ്ട് രീതിയിൽ കാണാൻ നിങ്ങൾക്ക്. അവസാനത്തിൽ വരുമ്പോൾ കുത്തുണ്ടാവില്ല, ഫസ്റ്റിൽ വരുമ്പോ നടുവിൽ വരുമ്പോ ഒക്കെ ഉള്ള മാറ്റങ്ങൾ വരാണ്ട്. അതുകൊണ്ട് അത് രണ്ട് രീതിയിൽ. യാ എന്നാണ് രണ്ടും. കുത്തിട്ടിട്ടും കാണാം, കുത്തിടാതെയും കാണാം. യാ ഈ യു ആണ്.
താഴത്ത് മുകളിലുള്ളതും സെയിം തന്നെയാണ്. അതൊന്നും പറയൂ സാറേ. അത് ഇത് രണ്ടും യാ തന്നെയാണ്. ചിലപ്പോ കുത്തിട്ടത് കാണാം, ചിലപ്പോ കുത്തില്ലാണ്ട കാണാൻ പക്ഷെ അപ്പൊ രണ്ടും യാ തന്നെയാണെന്ന് പറയാം. അത് അവസാനത്തിൽ വരുന്ന സമയത്ത് യാന് കുത്തുണ്ടാവില്ല, അതാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഒറ്റയ്ക്ക് വരുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് വരുന്ന സമയത്തൊന്നും കുത്തുണ്ടാവില്ല. ഖുറാനിൽ കാണാൻ കഴിയില്ല. ഈ പിന്നെ തുടക്കത്തില് ഈ വരുന്ന സമയത്താണ് യാന് കുത്തുണ്ടാവുക. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് രണ്ട് രീതിയിലും കാണാ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് എഴുത്തിന്റെ ഓരോ വിഷയങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. സീനിനുണ്ടാവും, അതായത് ഷീനിനുണ്ടാവും, സീനിനുണ്ടാവില്ല. അതായത് ഇവിടെ കാണുന്നത് നിങ്ങൾ കണ്ടുനോക്കൂ. ഇത് കണ്ടില്ലേ, ഷീനിന്റെ മുകളിൽ കുത്തുണ്ട്, പക്ഷെ സീനിന് കുത്തുണ്ടാവില്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. സമയം നാട്ടിൽ 10:30 ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ സമയമൊക്കെ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ക്ഷമ ചോദിക്കുകയാണ് ലേറ്റ് ആയതിന്. പിന്നെ നമുക്ക് എന്താ വെച്ചാല് കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കൃത്യമായിട്ട് അവിടെ നിൽക്കും. മറ്റേത് ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ അത് പൂർണ്ണമായിക്കൊള്ളുന്നില്ല. ഇനി വാക്കുകളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് ജോയിൻ ചെയ്ത് ആദ്യം ഇപ്പൊ നമ്മൾ ഒരു വാക്ക് മാത്രമേ പറഞ്ഞു, പിന്നെ അതിൽ ഒന്നിനോട് ചേർത്ത് വരുമ്പോ കുറച്ചും കൂടി ഇത് അപ്പൊ ആ ഒരു ഇത് നമ്മൾ ഒന്നൊന്ന് ക്ലിയർ ആക്കിയിട്ട് പിന്നെ പോവുക. അതൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് കൃത്യമായിട്ട് ചെയ്യണം. ചെയ്യിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അവസാനത്തെ റിസൾട്ട് ഉണ്ടാവില്ല. ആ ഒരു രീതിയിൽ നമ്മൾ പരമാവധി പിന്നെ എന്താ പറയാ നിയമങ്ങളും ഒക്കെ പാലിച്ചിങ്ങേറ്റ് പഠിക്കുക. അതേപോലെ അക്ഷരത്തിന്റെ പേര് കൃത്യമായിട്ട് പഠിക്കുക. മുഫഹമയായിട്ടുള്ളത് മുഫഹമയായിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രമിക്കുക. തഹജി പറയുമ്പോൾ ഫത്ഹയില് മുഫഹമയായിട്ട് പറയാം. അപ്പൊ ഇന്ന് ഫത്ഹ കസ്ര ദൊമ്മ മാത്രമേ പറഞ്ഞത്. ഫത്ഹ കസ്ര ദൊമ്മ എന്ന് പറയുമ്പോൾ ഹർക്കത്താണ്. ചിഹ്നങ്ങൾ എന്ന് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ചിഹ്നങ്ങളാണ്. അത് കൊടുക്കുന്ന സമയത്താണ് അക്ഷരങ്ങൾക്ക് എന്ത് വരുന്നത്, ഒരു ചലനം വരുന്നത്, മൂവ്മെന്റ് വരുന്നത്. സ്വരാക്ഷരങ്ങൾ എന്നൊക്കെ പറയാം. അതിനെ കുറിച്ചിട്ട് വോവൽസ് എന്നോ അറബി ഇംഗ്ലീഷിൽ വോവൽസ് എന്നൊക്കെ പറയാം. ശരിക്കും അത് കൊടുക്കുന്ന സമയത്താണ് അക്ഷരത്തിന് ചലനം വരുന്നത്. അക്ഷരത്തിനോട് ഫത്ഹ കസ്ര ദൊമ്മ വരുമ്പോ അ ഇ ഉ അത് ഇമ്പോർട്ടന്റ് ആണ്. അറബി ഭാഷയിൽ പിന്നെ ഹർക്കത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് അങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ആശയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാം. ഫത്ഹ കസ്റായി പോയാൽ വലിയ മാറ്റങ്ങൾ വന്നു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പരമാവധി നല്ല രീതിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കി തരുമാറാവട്ടെ. ഒരുപാട് ആള് രോഗങ്ങളും മറ്റു പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലും വീടുകളിലും ഒക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീക്കി കൊടുക്കുമാറാവട്ടെ. ഇതിലൊക്കെ അതേപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളും നമ്മുടെ സഹോദരങ്ങള് മറ്റുള്ള ആളുകളും മെയിനായിട്ട് സഹോദരങ്ങൾ, നമ്മളെ സഹോദരങ്ങള് ഏറെ പ്രയാസത്തിലാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി ഒരുപാട് ഖൈറും ബർക്കത്തും നിയമത്തും ഒക്കെ നൽകട്ടെ. പ്രയാസങ്ങളിൽ ഈമാനികമായിട്ടുള്ള ഒരു കരുത്ത് നേടാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്കൊക്കെ നമുക്കും നൽകട്ടെ. നമ്മളൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, ഇനി ഭാവിയിലേക്ക് എന്താണെന്ന് അറിയില്ല. അല്ലാഹു നമുക്ക് കാക്കട്ടെ. എന്ത് പ്രയാസം പ്രതിസന്ധി ഈമാന് നിലനിർത്തി മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകട്ടെ. അതേപോലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമുക്കൊക്കെ നീക്കി തരുമാറാട്ടെ. ഈ പ്രാർത്ഥന ചൊല്ലി പിരിയാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.